എൻ കണ്ണേ കാതലേ. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. 5 ദിവസം കഴിഞ്ഞ് സ്കാനിങ്ങിനായി വന്നിരിക്കുകയാണ് പാറു, എയ്തനും സാറയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ടുമായി ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ. ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് പാറുവിന്റെ പേര് വിളിച്ചതേ ഉയർന്ന നെഞ്ചിരിപ്പോടെയാണ് അവർ അകത്തേക്ക് കയറിയത്. സ്കാനിംഗ് റിപ്പോർട്ടിലൂടെ ഡോക്ടറുടെ മിഴികൾ തെന്നി നീങ്ങുന്നതിനൊപ്പം പാറുവിന്റെ വിരലുകൾ എയ്തനിൽ പിടിമുറുക്കി. യാ പ്രഭുതി, ഇപ്പം എങ്ങനെയുണ്ട്? വോമിറ്റിംഗ് ഇരിക്കും ഡോക്ടർ. അത് ഈ ടൈമിലുണ്ടാവും. നോ പ്രോബ്ലം. വളരെ കൂടുതലാണെങ്കിൽ ഞാൻ ടാബ്ലറ്റ് തരാം. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഇതിനുള്ളിലെ ടെൻഷൻ അടക്കി പിടിച്ച് ഡോക്ടർ നോക്കി. പ്രശ്നമൊന്നുമില്ല. സ്കാനിങ്ങിൽ 4 കുഞ്ഞുങ്ങൾക്കും കാർഡിയാക് പൾസേഷൻ റേറ്റ് വന്നിട്ടുണ്ട്. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ചുട്ടുപൊള്ളുന്ന തീയിലേക്ക് ഒരു മഞ്ഞുകണം വീണ പോലെ പാറുവിൻ്റെ മന ആ നിമിഷം കുളിർത്തു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആസ് എ ഡോക്ടർ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിതിനെക്കുറിച്ച് ഇതിനോട് കഴിഞ്ഞ വിസിറ്റിങ്ങിൽ തന്നെ സൂചിപ്പിച്ചതുമാണ്. മനുഷ്യൻ്റെ യൂട്രസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1-2 ബേബീസിനെ ക്യാരി ചെയ്യാനുള്ള ശേഷിയോടെയാണ്. റെയർ കേസുകളാണ് ഇതുപോലെ 2-ൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് റിസ്ക് എലമെൻറ്റ്സ് നമ്മൾ കരുതുന്നതിനേക്കാളും കൂടുതലാണ്. ഇതിൽ ഏർലി വാട്ടർ ബ്രേക്കിംഗ്, അബോർഷൻ, പ്രീടേം ബർത്ത് അങ്ങനെ എല്ലാത്തിനും സാധ്യതകളുണ്ട്. സോ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷനാണ് മൾട്ടിഫെറ്റൽ പ്രഗ്നൻസി റിഡക്ഷൻ. ദാറ്റ് മീൻസ് 1-2 കുഞ്ഞുങ്ങളെ നിർത്തി 2 പേരെ ഫൈറ്റൽ റിഡക്ഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാം. ഡോക്ടർ പ്ലീസ് അപ്പടിയൊന്നും ചൊല്ലാതെ, അവർ പറഞ്ഞു കഴിയുമ്പോഴേക്കും പാറുവിൻ്റെ ശബ്ദം ഉയർന്നു. പ്രഭുതി റിലാക്സ്. ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ ആവാൻ പാടില്ല. എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രം. ഡോക്ടർ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ പാറുവിനെന്തെങ്കിലും? സാറ് ടെൻഷനോടെ ഡോക്ടർ നോക്കി. ഞാൻ പറഞ്ഞല്ലോ, കോംപ്ലിക്കേറ്റഡ് ആണിത്. പിന്നെ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ ഇൻ ബിറ്റ്വീൻ എന്നും സംഭവിക്കാം. എല്ലാം നേടാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോവാം. ഡോക്ടർ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്കിത് എയ്തൻ അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പാറു അവനെ രൂക്ഷമായി നോക്കി. നീയൊന്നും മിണ്ടായിരിക്കും പാറു. എനിക്ക് പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞ നീ കേട്ടല്ലേ? ഇത്രയും റിസ്ക് നിനക്കെന്തെങ്കിലും പറ്റിയ? ഐ കാണ്ട്. എനിക്കത് സാറു ഒന്ന് പറയുള്ളോട്. പറഞ്ഞു നിർത്തുമ്പോഴേക്കും ചെക്കൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അത്രയ്ക്ക് മാനസിക സംഘർഷം അവൻ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പാറുവിന് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഹൈ റിസ്ക് ആണ്. ഡോക്ടർ പറയുന്നിട്ട് അവന് കൈയും കാലൊക്കെ തളരുന്ന പോലെ തോന്നി. കുഞ്ഞുങ്ങളോട് ഇഷ്ടമില്ലാതെയല്ല, ചിലപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ 4 പേരെയും തങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷെ മറിച്ചായാൽ ആ ഒരു ചിന്തയിൽ പോലും അവൻ്റെ ദേഹം വിറച്ചു. സാർക്ക് പാറുവിനും ഇതിനോട് എന്താണ് പറയേണ്ടതെന്നറിയില്ല. രണ്ടിനും പാതി മനസ്സാണ് അവൾക്ക്. കുഞ്ഞുങ്ങളോട് ഇഷ്ടമുണ്ട് താനും. അതുപോലെ പാറുവിൻ്റെ കാര്യവും. പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയാൽ ഡോക്ടർ പറയുന്ന പോലെ പാറുവിനെ നോക്കാൻ തന്നെ കൊണ്ട് കഴിയും. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ എല്ലാം നല്ലപോലെ അവസാനിക്കുമായിരിക്കും. എന്നാൽ അഹിതം എന്തെങ്കിലും സംഭവിച്ചാൽ തീരുമാനം അവരുടേതാണ്. അവരെന്ത് തീരുമാനമാണെങ്കിലും താനും എല്ലാവരുമായിട്ട് കൂടെ ഉണ്ടായിരിക്കും. ഡോക്ടർ നമുക്ക് ഡോക്ടർ 5 മിനിറ്റ്സ് എനിക്ക് വേണ്ടി കൊഞ്ചം തനിയാ പേസണം. എയ്തൻ പറഞ്ഞു തുടങ്ങും മുന്നേ പാറുവിൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റതും. ടേക്ക് യുവർ ഓൺ ടൈം. 2 പേരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. നന്നായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ മതി. അവരുടെ വാക്കുകൾ കേട്ട് തലയൊന്ന് കുലുക്കി പാറു എയ്തൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവരോട് സംസാരിച്ചു വരാൻ പറഞ്ഞ് സാറ പുറത്തെ ചെയറിലിരുന്നു പാറു എയ്തനെയും കൊണ്ട് പാർക്കിങ്ങിലേക്കാണ് പോയത്. കാറിനകത്തേക്ക് അവനെയും കയറ്റിയിരുത്തി പാറു അകത്തേക്ക് കയറി ഡോറടച്ച്. എന്നാച്ചു എനിക്ക് എല്ലാം പേസി തീരുമാനിച്ചിട്ട് താനേ നാം ഇങ്ങ വന്നേ. അത് അപ്പോഴല്ലേ. ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല പാറു. അല്ലാതെ പേടിയാവടി. നമുക്ക് 2 പേരും മതിയില്ലേ? ശരിയാണ്. ഇന്ന് വീട്ടിൽ നിന്നിറങ്ങുന്നവരെ വാത്തോരാൾ സംസാരിച്ച മുഴുവൻ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന 4 കൺമണികളെ കുറിച്ചാണ്. 4 പേരുടെയും ജീവൻ ഉറപ്പ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പാറു അതിനു മുന്നേ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. പക്ഷേ തനിക്കങ്ങനെ പറ്റുന്നില്ല. അറിയാം, തൻ്റെ ജീവൻ്റെ 2 തുടിപ്പുകളെയാണ് താനിപ്പോൾ ഇല്ലാതാക്കാൻ പറയുന്നത്. പക്ഷേ ഇവളുടെ മുമ്പിൽ വെച്ചൊരു പരീക്ഷണം. എന്നടാ എന്നെ സൊന്നെ? നീ കൊല്ല സൊന്നെ 2 പേരും തപ്പ. പ്ലീസ് എയ്തൻ, എനിക്ക് മുടിയാതെ ചെല്ലല്ലേ. 4 പേരെയും നമുക്ക് കിടക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട് കടവുൾ നമ്മ കൂടുതലായിരിക്കും. പാറുവനെ കൈയെടുത്ത് വയറ്റിലേക്ക് വെച്ച് പറഞ്ഞു. അവൻ പൊട്ടിക്കരഞ്ഞു പോയി. അത്രയും സങ്കടം അവൻ ആ നിമിഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. പാറുവിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ആദ്യമായിട്ടാണ് അവനിങ്ങനെ കരഞ്ഞു കാണുന്നത്. അതിനുമപ്പുറം എല്ലാതും കളിയായി കാണുന്നവൻ്റെ മറ്റൊരു ഭാവം പാറുവിനെ ശരിക്കും പിടിച്ചുലച്ചു കളഞ്ഞു. ഇപ്പോൾ അവൾക്ക് എല്ലാം കൊണ്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു തൻ്റെ മുമ്പിലിരിക്കുന്നവൻ്റെ ഉള്ളിൽ എത്രത്തോളം അവൾ ഉണ്ടെന്ന്. പാറുവിന് അവനോട് ആ നിമിഷം അടക്കി വെക്കാൻ കഴിയാത്തത്ര സ്നേഹം തോന്നിയ, പ്രണയം തോന്നിയ നിമിഷം.
മാറിൽ കിടന്ന് വിതുമ്പുന്നവന്റെ മുഖം പിടിച്ചുയർത്തിയവൾ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. കിതപ്പോടെ അവന്റെ അധരങ്ങളിൽ അമർത്തി ചുംബിച്ചു നുണഞ്ഞതും ആ നിമിഷത്തിൽ അവന്റെ കണ്ണുകളൊന്ന് കൂമ്പി അടഞ്ഞുപോയി. എപ്പോഴിടാ എനിക്ക് ഇങ്ങനെ சொல்ல முடியும்? നമ്മ കുഴന്തേ താനേ, നമുക്ക് അവര് വേണോടാ, നീ സമ്മതിക്കില്ലേ എയ്തൻ? കറങ്ങി ചുവന്ന മിഴികൾ ഉയർത്തി എയ്തൻ അവളെ നോക്കി. ഞാൻ ഇരിക്കില്ലേ, ഐ പ്രോമിസ്, എന്ത് വന്നാലും ഞാൻ ഉന്നെ വിട്ട് പോക മാട്ടേണ്ട. നേരത്തെ ഒരു മോളിനൊപ്പം ഇടുപ്പിൽ മുറുകി അവന്റെ കരങ്ങളിലും ഉണ്ടായിരുന്ന അവന്റെ സമ്മതം. എന്തു നേടാൻ തയ്യാറായ പോലെ അവളെ നോക്കി അവൻ മൃദുവായി പുഞ്ചിരിച്ചതും പാറു സന്തോഷത്തോടെ ആ പുഞ്ചിരി ഒന്നുകൂടെ കടമെടുത്തിരുന്നു. പ്രഗ്നൻസി ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ഡിപ്പാർട്ട്മെന്റും നല്ല NICU ഫെസിലിറ്റിയുമുള്ള ഹോസ്പിറ്റൽ തന്നെ ആവശ്യമാണ്. ഈ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ളതുകൊണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഫെറ്റൽ മെഡിസിൻ ആൻഡ് ഹൈ പ്രഗ്നൻസി ഡോക്ടർ കൃഷ്ണ എസ് മേനോനെ കാണാൻ അന്ന് തന്നെ അവർ അപ്പോയിന്റ്മെന്റ് എടുത്തു. മിക്കതും നളിനി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കൃഷ്ണ ഡോക്ടറും പറഞ്ഞത്. ഒരുവിധമാണ് അടുത്തിരിക്കുന്നവനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച്. ഡോക്ടർ വീണ്ടും തന്റെ കുഞ്ഞുങ്ങളെ കൊലക്കൊടുക്കുമോ? പാറു ചിന്തിക്കാതിരുന്നില്ല. 3 മാസം കഴിയുമ്പോഴേ ഏതൊക്കെ ഫെറ്റൽ യൂട്രസിൻ റിമെയിൻ ചെയ്യും, ഏതൊക്കെ പോകുമെന്ന് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റൂ. സോ കഴിക്കേണ്ട മരുന്നുകളും ഫുഡ് ഐറ്റംസും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളടക്കം ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞാണ് ഡോക്ടർ അവരെ പറഞ്ഞു വിട്ടത്. ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. സാധാരണയായി വരുന്ന പ്രഗ്നൻസിയുടെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും പാറുവിനുണ്ടായിരുന്നു. അതും കുറച്ച് കൂടുതലാണെന്ന് മാത്രം. വോമിറ്റിങ്ങും നെഞ്ചരിച്ചിലും ശ്വാസതടസ്സം അങ്ങനെ അവൾക്ക് ഇല്ലാത്ത ഒന്നുമില്ലെന്ന് തന്നെ പറയാം. പക്ഷേ എന്തൊക്കെ വന്നാലും അവളെ പൊതിഞ്ഞു പിടിച്ചു നോക്കാൻ ആ ഫാമിലി മൊത്തം കൂടെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള കുറവും അവൾക്ക് അവർ വരുത്തിയില്ല. പ്രത്യേകിച്ച് എയ്തൻ എപ്പോഴും കുഞ്ഞു കളിച്ച് നടക്കുന്നതിൽ വന്ന മാറ്റമാണ് എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു കാര്യത്തിനും അതിൻ്റെതായ സീരിയസ്നെസ് കൊടുക്കാത്തവൻ ഇതിൽ അത്രയും കാര്യഗൗരവത്തോടെയാണ് പെരുമാറുന്നത്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ അവൻ്റെ ഈ മാറ്റം എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലും പഴയ ഇതിനെ ജേക്കപ്പടക്കം അവിടെ എല്ലാവരും മിസ് ചെയ്തു തുടങ്ങി. പിന്നെയും പാറുവിൻ്റെ ചൊടിപ്പിക്കൽ കൊണ്ട് അവരുടെ അടുത്തവൻ കുറുമ്പുകൾ കാണിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭയം, ഡോക്ടറുടെ വാക്കുകൾ ചെക്കൻ വീണ്ടും ഗ്ലൂമിയായി പോവുകയാണ്. പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തന്നെ പാറുവിൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു. 3 മാസത്തെ സ്കാനിങ് കൂടി കഴിഞ്ഞു വന്നു. പിന്നെ അങ്ങോട്ട് ബെഡ് റെസ്റ്റിനാണ് പാറുവിനുണ്ടായിരുന്നത്. പാറു തുടങ്ങി വെച്ചൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ എയ്തൻ വീണ്ടും ഓഫീസിലേക്ക് പോയി തുടങ്ങി. ഒരു വിധത്തിലാണ് പാറുവിൻ്റെ അടുത്ത് അവനെ പറഞ്ഞയച്ചെങ്കിലും അവൻ്റെ ഈ ശോകഭാവം ഒന്ന് മാറി മറ്റു പലതിലേക്ക് എൻഗേജ്മെന്റ് ആക്കുന്നത് നല്ലതാണല്ലോ. സാറ് പിന്നെ ജോലി റിസൈൻ ചെയ്തു. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞെങ്കിലും അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. പാറുവിൻ്റെ എല്ലാ കാര്യങ്ങളും താൻ നോക്കുമെന്നൊരു വാശി പോലെയാണ് അവൾക്ക്. അതിലുപരി അത്രയും അവൾ ആഗ്രഹിച്ചിരുന്നു അതിന്. ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മാറ്റി നിർത്തിയാൽ പാറു പിന്നെ എന്തുകൊണ്ടും ഹാപ്പിയായിരുന്നു. മോഡ് സിങ്സ് മുഴുവനായി എയ്തൻ്റെ ദേഹത്തേക്കാണ് അവൾ ചൊരിഞ്ഞു കൊടുക്കുന്നത്. എല്ലാം കൂടെ കഷ്ടപ്പാട് മൊത്തം അവനാണെന്ന് മാത്രം. എയ്തൻ പിന്നെ എല്ലാം കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ്. സന്തോഷമാണെന്ന് ചോദിച്ചാൽ പെരുത്ത സന്തോഷം. മറിച്ച് ചിന്തിച്ചാൽ ചെക്കന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന പോലെയാണ്. പ്രഗ്നൻസി ടൈമിൽ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. ആ ഒരു കുറവ് പൂർണ്ണമായി നികത്തിയത് ആനിയമ്മ തന്നെയാണ്. ഇത്രയും സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നു എന്നത് പാറുവിന് അപ്പോഴാണ് മനസ്സിലായത്. അത്രയും അടയും ചക്കനുമായിട്ടുണ്ട് രണ്ടുപേരും. ഇടയ്ക്ക് കുശുംപുത്തം തീനി അവർക്കിടയിലേക്ക് കയറി വരും. പാറുവിനെ കാണാനായി പറ്റുന്ന പോലെ പാട്ടിയമ്മയും രുക്കുമ്മയും ഇടയ്ക്ക് വരുന്നുണ്ട്. അമ്മിയുടെ കാര്യം പഴയതുപോലെ തന്നെ. അതുകൊണ്ട് അതോർത്ത് പോലെ ടെൻഷൻ വരുത്തി വെച്ചാൽ തന്നെ മറ്റൊരു മുഖം കൊണ്ട് നിനക്ക് ഞാൻ കാണിച്ചിരുന്നു പറഞ്ഞ് എയ്തൻ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി വെച്ചെങ്കിലും അവൾ അതിനെ പുച്ഛിച്ച് തള്ളി. എന്നാലും ചെറിയൊരു സങ്കടം ഉള്ളിലുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെന്ന സ്വപ്നത്തിൽ അവൾ അതെല്ലാം മറന്നു കളഞ്ഞിരുന്നു. 5-ാം മാസത്തെ സ്കാനിങ്ങിനെത്തിയപ്പോഴാണ് വാവകളുടെ മൂവ്മെന്റ് ഡോക്ടേഴ്സ് അവർ കാണിച്ചു കൊടുത്ത്. കണ്ണു നിറച്ചവരത് കാണും തോറും എയ്തന് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. അത്രയ്ക്കും അവൻ്റെ അച്ഛനെ തൊട്ടുണർത്തുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഓഫീസിൽ നിന്ന് വന്നു കയറി സെറ്റിൽ തലയാഴ്ച വെച്ച് ചാരിയിരിക്കുന്നതിൻ്റെ മുടിയഴകളെ ഔസേപ്പച്ചനൊന്ന് ഉലച്ചു വിട്ടത്. മുഖമൊന്ന് അമർത്തി തുടച്ച് എയ്തൻ അയാളെ നോക്കി. എന്നതാ വല്യപ്പച്ച? അത് തന്നെയാടാ എനിക്കും ചോദിക്കാനുള്ളത്. എന്നതാണെന്ന് എനിക്ക് പറ്റിയേ? നിന്റെ കുറുമ്പും കുരുത്തക്കേടുമില്ല നമ്മുടെ വീടങ്ങ് ഉറങ്ങിപ്പോയടാ. പാറുകൊച്ചിൻ്റെ കാര്യം ഓർത്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് വല്യപ്പച്ചനറിയാം. അവർക്കൊന്നും പറ്റുകയില്ലടാ. നിന്റെ വല്യപ്പച്ചനല്ലേ പറയുന്നത്. കർത്താവ് തമ്പുരാൻ നമ്മളെ അങ്ങനെയൊന്നും കൈവിടില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചനൊന്നും അങ്ങ് ഉഷാറായി. അല്ലെങ്കിൽ ആ 4 പേരും ഇങ്ങോട്ട് വരുമ്പോൾ ഈ വല്യപ്പാപ്പയോട് ചോദിക്കില്ലടാ, ഇതെന്നാ ഞങ്ങളുടെ അപ്പൻ ഇങ്ങനെയെന്ന്. ചിരിയോടെ അവൻ്റെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് ഔസയെ പറഞ്ഞു നിർത്തിയതും എയ്തൻ മങ്ങിയൊരു ചിരിയിരിച്ചു. പിന്നെ എടാ ഉവേ, ഞാൻ പറയുന്ന നിനക്കെന്നടാ തലയിൽ കയറാത്തത്. നീ ഇങ്ങനെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടാതെ നല്ലേ ചിന്തിച്ചാൽ നല്ലേ നടക്കും. ഞാൻ വേണ്ടാത്തൊന്നും ചിന്തിക്കുന്നില്ല ലഭിച്ച. അല്ലെങ്കിൽ എൻ്റെ പാറിനൊന്നും പറ്റുകയില്ല. അതെനിക്കും അറിയാം. ചെക്കൻ ചുണ്ടൂട്ടി പറഞ്ഞ വല്യപ്പച്ചൻ്റെ മുഖം വീർത്തു.
അടുത്ത നിമിഷം അയാൾ എന്തോ പറയാൻ പോയതും അതിനു മുന്നേ ഇതിൻ്റെ കൈകൾ അയാളെ ചുറ്റിപ്പിടിച്ച് വരിഞ്ഞു. ഞാൻ ഓക്കെയാണ് വല്യപ്പച്ച. കണ്ണുകൾ രണ്ടും അടച്ച് അയാളുടെ കവിളിൽ അവൻ അമർത്തിമുത്തിയതും വല്യപ്പച്ചനും ചിരിച്ചു. പിന്നെയും അയാളൊന്നും പറയാൻ സമ്മതിക്കാതെ അവൻ പാറുവിനടുത്തേക്ക് പോയതും അവൻ പോയ വഴിയെ നോക്കി ഔസേപ്പ് നെടുവീർപ്പിട്ടു. എന്തൊക്കെ പറഞ്ഞാലും പാറുവിനോർത്തുള്ള അവൻ്റെ ഈ ടെൻഷൻ മാറ്റാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാം. പക്ഷെ അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും കഴിയില്ല. അതാണ് വന്ന് സംസാരിച്ച്. കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. പഴയ ഇതിനായി തൻ്റെ കൊച്ചുമോൻ തിരിച്ചു വരും. കർത്താവേ, ഒരു പരീക്ഷണത്തിലും ചെന്ന് വീഴിക്കാതെ എൻ്റെ മക്കളെ നോയിക്കോണേ. കുഞ്ഞുങ്ങളുടെ വളർച്ചയെല്ലാം ശരിയായി തന്നെയാണ് കടന്നു പോകുന്നത്. ഹൈലി റിസ്കി പ്രഗ്നൻസി ആയതുകൊണ്ട് വീക്കിലി 1 ടൈം ഇഞ്ചക്ഷനും ബ്ലഡ് കോട്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും പാറുവിന് അവർ നൽകിയിരുന്നു. 4 കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ പാറുവിന് സർവിക്കൽ സർക്കുലേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. യൂട്രസ് ഹോൾഡ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് കഴിഞ്ഞു. അത്യാവശ്യം നല്ല വലിയ വയറൊക്കെ ആയിട്ടുണ്ട് പാറുവിന്. ഫുൾ ബെഡ് റെസ്റ്റ് തന്നെയാണ് അവൾക്ക്. ഇരിക്കാനും കിടക്കാനും അടക്കം എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് പെണ്ണിന്. എയ്തൻ അവളുടെ അവസ്ഥ കണ്ട് കണ്ണു നിറക്കാത്ത ദിവസങ്ങളില്ല. അതിൻ്റെ പേരിൽ പാറുവിനെ കളിയാക്കുമെങ്കിലും അവളെ കൊണ്ട് മാത്രമേ അവനെ സമാധാനിപ്പിക്കാനും കഴിയുകയുള്ളൂ. ദീനുവിന് 7 മാസമായപ്പോഴേക്കും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അവൾക്കുള്ള ബാഗും മറ്റും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊന്നുമല്ല, അവളുടെ ഡെലിവറി ഡേറ്റ് അടുത്തിട്ടുണ്ടേ. എന്തെങ്കിലും അത്യാവശ്യം വന്നാലെന്ന് കരുതി ആദം ഇപ്പോൾ ദീനുവിൻ്റെ കൂടെയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന നേരം ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം എന്തോ ഒരു അസ്വസ്ഥത തോന്നിയാണ് ദീനു ബെഡിലേക്ക് വന്നിരുന്നത്. ചെറിയൊരു വേദന പോലെ. പക്ഷെ അത് പെട്ടെന്ന് പോകുന്നുമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ആദമിനെ വിളിക്കണോ വേണ്ടിയൊന്ന് ഒരു നിമിഷം ശങ്കിച്ചെങ്കിലും അടുത്ത നിമിഷം അവളവനെ തട്ടി വിളിച്ചിരുന്നു. അപ്പോഴേക്കും പോയ വേദന വീണ്ടും വന്നു. ആദം വെപ്രാളത്തോടെ അവൾ നോക്കി ചാടി എഴുന്നേറ്റു. വേദന കൊണ്ട് കരയുന്ന ദീനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ അമ്മച്ചിയെ വിളിച്ചു. ദീനുവിന് വേദന വീണ്ടും കുറയുന്ന പോലെ തോന്നി. പക്ഷേ ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആദം പെട്ടെന്നൊരു ഷോർട്സ് മാറ്റി ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും എടുത്തിരുന്നതിനൊപ്പം ദീനുവിന് നൈറ്റ് ഡ്രസ്സ് മാറ്റി കൊടുത്ത് സിമ്പിളായുള്ള ഒരു ലോങ് ഫ്രോക്ക് അവൻ ധരിച്ചിരുന്നു. അപ്പോഴേക്കും ആനിയമ്മയും റോസ്ലാനിയും തയ്യാറാക്കി വെച്ച ബാഗ് മറ്റെടുത്ത് പുറത്തേക്ക് വന്നിരുന്നു. ജേക്കപ്പാണ് വണ്ടി ഓടിച്ച്. ആരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നിൽക്കാതെ വർഗീസിനോട് പറഞ്ഞേൽപ്പിച്ച് അവർ കാറെടുത്ത് പോയി. അകന്നു പോകുന്ന വണ്ടിയുടെ ശബ്ദം കേട്ടാണ് എയ്തൻ ഞെട്ടി കണ്ണുകൾ തുറന്നു. ഇപ്പോൾ അങ്ങനെയാണ്. ഒരു ചെറിയ ശബ്ദത്തിന് പോലും അവൻ ഞെട്ടി എഴുന്നേൽക്കും. അടുത്ത് കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന പാറുവിന്റെ നെറ്റിയിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്ത് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുറിയുടെ ഡോർ തുറന്നു. പുറത്തെ വാതിലടക്കുന്ന വർഗീസിനെ സംശയത്തോടെ നോക്കി നിന്നു. എന്നതാങ്കിളെ? എയ്തൻ സംശയത്തോടെ വർഗീസിനെ നോക്കി. ആ, നീ എഴുന്നേറ്റ് വന്നോ? ഒന്നുമില്ലടാ, ദീനുവിന് ചെറിയൊരു വേദന പോലെ വന്നു. വെച്ചോണ്ടിരിക്കണ്ടല്ലോ. എന്നിട്ട് അവർ പോയോ? ഞാൻ കൂടെ ചെല്ലട്ടെ? അതിൻ്റെ ആവശ്യമില്ലടാ, അവർ പോയി. നമുക്ക് രാവിലെ കാനും പോവാം. നീ ഇപ്പോൾ പാറൂച്ചിൻ്റെ അടുത്തേക്കില്ലേ? അവിടെ ഉറക്കം കളയണ്ട. വർഗീസ് അവൻ്റെ കവിളിലും തട്ടി പറഞ്ഞ് അവനെ മുറിയിലേക്കാക്കി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. എയ്തൻ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പാറുവിൻ്റെ അടുത്തേക്ക് കിടന്നു. മയക്കത്തിൽ അവളൊന്ന് ഞെരങ്ങി. അടുത്തു വന്ന് കിടന്നവൻ്റെ സാമീപ്യം അറിഞ്ഞ പോലെ പാർവതിയെ കണ്ണു തുറന്നു. എന്നാണ്? അവൻ്റെ കവിളിൽ പാറുവിൻ്റെ വിരലുകൾ സ്ഥാനം പിടിച്ചു. ഒന്നുമില്ലെന്ന പോലെ അവൻ തലയാട്ടിയതും പാറുവിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. ഏതാവത് കനവ് കണ്ടിടിച്ച? അതിനവനില്ലെന്ന് മൂളി. പിന്നെ എന്നോട് പ്രശ്നം? പാറു കണ്ണു ചുരുക്കി അവനെ നോക്കി. ഇപ്പം എന്തായാലും ദീനുവിൻ്റെ കാര്യം അവളോട് പറയേണ്ടത് നമുക്ക് കരുതിയിരുന്നു. ഒന്നുമില്ല എൻ്റെ പെണ്ണ്. ചിരിയോടൊന്ന് ഉയർന്നവൻ അവിടെ കവിളിൽ മുത്തി. അകന്നു പോകാൻ തുടങ്ങിയവൻ്റെ തോളിൽ പാറുവിൻ്റെ വിരലുകൾ മുറുകിയതും അവൻ മിഴികൾ ഉയർത്തി പാറുവിനെ നോക്കും മുന്നേ അവളുടെ ആദരങ്ങൾ അവൻ്റെ ചൊടികളെ മെല്ലെ ഒന്ന് നുണഞ്ഞു വലിച്ചു. 1-2 നിമിഷം മാത്രം നീണ്ടു നിന്ന ചുംബനം. അവൾക്ക് ഇതക്കുന്നതിന് മുമ്പേ എയ്തൻ അകന്നു മാറി. അവനിട്ടിരിക്കുന്ന സ്ലീവ്ലെസ് ബനിയിൽ കൈ ചുരുട്ടി വലിച്ച് പാറുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. ഞാൻ ഇരിക്കില്ലടാ, അവനക്ക് ഒന്നുമേ ഓർത്ത് നീ കവലപ്പെടാതെ കൂടതായിരിക്ക്. എപ്പോമേ ഇരിക്ക്, പക്കത്തിലേ ഇരിപ്പ്. പറയലും പാറുവിൻ്റെ അധരങ്ങളുടെ തണുപ്പ് നെഞ്ചിൽ തട്ടിയത് അവൻ അറിഞ്ഞു. എയ്തൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്തോ ഒരു ആശ്വാസം മനസ്സിൽ നിറയുന്നുണ്ട്. അവൾക്ക് ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ കിടക്കാൻ പറ്റുന്ന പൊസിഷനിൽ അവൻ ചെരിഞ്ഞു കിടന്നതേ പാറു സുഖമായി അവൻ്റെ നെഞ്ചിൽ കിടന്ന് മിഴികൾ അടച്ചു. സാധാരണയിലധികം വീർത്തിരിക്കുന്ന അവളുടെ വയറിൽ ഇടതടവില്ലാതെ അവൻ്റെ കൈകൾ തഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കയ്യിലറിയുന്ന പ്രകമ്പനങ്ങളിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. ദീനു പ്രസവിച്ചു. ആൺകുട്ടിയാണ്. പാറുവിനെ കാണിക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് അവൾ. രാവിലെ തന്നെ വർഗീസ് എയ്തൻ എല്ലാവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പാറു നേരത്തെ അവളോട് പറയാത്തതിന് എയ്തനെ മുഖം കൂർപ്പിച്ച് നോക്കിയെങ്കിലും സെക്കനൊന്ന് കൊഞ്ചി മുഖം ചുളിച്ചതും അവളൊന്ന് അയഞ്ഞു. ഹോസ്പിറ്റലിൽ എന്തായിന്നറിയാൻ അവരങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് ജേക്കബിന്റെ കോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. സുഖപ്രസവം തന്നെയായിരുന്നു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. 2.5 മണിക്കൂർ കഴിയും രണ്ടുപേരെയും മുറിയിലേക്കാക്കാൻ. അപ്പോഴേക്ക് എത്തിയാൽ മതിയെന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ബാക്കി എല്ലാവരും മുമ്പേയും എയ്തനും പാറുവും സ്വല്പം മുമ്പേയുമാണ് ഇറങ്ങിയത്.
പാറുവിന് 27th വീക്കിലെ സ്കാനിംഗ് ഒക്കെ ഇന്നാണ്. സാർ അവരുടെ കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും എയ്തൻ തന്നെയാണ് അവൾ നിർബന്ധിച്ച് ആദ്യം വിട്ടത്. ഹോസ്പിറ്റലിലെത്തിയതും ഡോർ തുറന്ന് വേഗത്തിൽ ഇറങ്ങാൻ തുടങ്ങിയവളെ എയ്തൻ കണ്ണുരുട്ടി നോക്കി. പാറുവാണെങ്കിൽ കുഞ്ഞിനെ കാണാൻ അത്രയും തിടുക്കപ്പെട്ടാണ് നിൽപ്പ്. അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി. അപ്പോഴേക്ക് എയ്തൻ പുറത്തേക്ക് ഇറങ്ങി. പാറുവിന്റെ സൈഡിലെ ഡോർ തുറന്ന് പിടിച്ച് അവളെ ഇറങ്ങാനായി സഹായിച്ചിരുന്നു. ഡോക്ടറെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ടൈം ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് വാവയെ കാണാൻ പോകാമെന്ന് പറഞ്ഞു പാറുവിന്റെ മുഖം വീർത്തെങ്കിലും എയ്തൻ ആദ്യം അവളെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്കാണ് പോയത്. സാറേ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സാറയെ കണ്ടപാടെ വാവയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാറു. ഒരു നോക്ക് കണ്ടിട്ട് സ്കാനിങ്ങിന് കയറാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല. ദുഷ്ടനാണ്, പൊറുക്കിയാണ്, റാസ്കിലാണെന്നൊക്കെ വാതോരാതെ അവനെ പറഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചാരി അവന്റെ നെഞ്ചിലും കയ്യിലൊക്കെ നുള്ളിപ്പറിച്ച് താറാവ് നടക്കുന്ന പോലെ നടക്കുന്നവളെ കണ്ട് സാറൊക്കെ ഇതിനൊരുപോലെ ചിരി വരുന്നുണ്ടായിരുന്നു. സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാനായി കയറുമ്പോൾ എപ്പോഴത്തെയും പോലെ ഇതിന്റെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. എന്നാൽ പാറുവിന് വലിയ ടെൻഷനൊന്നുമില്ല. വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലുമാണ് അവൾ. സാറയ്ക്കും അതുപോലെ എല്ലാം നന്നായി നടക്കുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ്. അത് തെറ്റിക്കാതെ 4 പേർക്ക് ഒരു kg വെയിറ്റ് വെച്ചിട്ടുണ്ട്. ടോട്ടലി അവർ സേഫാണെന്ന് ഡോക്ടർ പറഞ്ഞു. എയ്തന്റെ മുഖവും തെളിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.